നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുന്നിലുള്ള ഈ രേഖകൾ വെച്ച് നമ്മളിന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക വിപണികളിലേക്കൊന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് യൂറോ മാർക്കറ്റുകളെന്ന ഒരു വലിയ ഏരിയ. അതെ. കമ്പനികളും ഗവൺമെന്റുകളുമൊക്കെ എങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്വന്തം രാജ്യത്തിന് പുറത്തുനിന്ന് പണം കണ്ടെത്തുന്നത്, അതിനുപയോഗിക്കുന്ന വഴികൾ, പിന്നെ ഈ ലിബോർ പോലുള്ള ചില വാക്കുകൾ, ഇതൊക്കെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം തുടങ്ങാം. എന്താണ് ഈ അന്താരാഷ്ട്ര സാമ്പത്തിക വിപണി എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് ലളിതമായി പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ പണവും കടപ്പത്രങ്ങളും ഓഹരികളുമൊക്കെ കൈമാറുന്ന ഒരു ആഗോള നെറ്റ്വർക്ക്. അതാണ്. ഇതിൽ പല ഭാഗങ്ങളുണ്ട്. കറൻസി കൈമാറ്റം ചെയ്യുന്ന മണി മാർക്കറ്റ്സ്, പിന്നെ വായ്പ കൊടുക്കലും വാങ്ങലും നടക്കുന്ന ക്രെഡിറ്റ് മാർക്കറ്റ്സ്, പുതിയ ഷെയറും ബോണ്ടുമൊക്കെ ഇറക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സ്, അങ്ങനെ പലതും. ശരി. ഇതിൽ ഈ യൂറോ മാർക്കറ്റ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? നിങ്ങളുടെ ഈ രേഖകളിലൊക്കെ അതിന് നല്ല പ്രാധാന്യം കാണുന്നുണ്ടല്ലോ. അതാണ് രസകരം. എന്താന്ന് വെച്ചാല് സാധാരണ ഒരു രാജ്യത്തിനകത്തുള്ള വിപണി, ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയും, അത് അവിടുത്തെ നിയമങ്ങൾക്കും സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്കുമൊക്കെ വിധേയമായിരിക്കും. ഉദാഹരണത്തിന് ബാങ്കുകൾ എത്ര കാശ് കരുതൽ ധനമായി സൂക്ഷിക്കണം, റിസർവ് റിക്വയർമെന്റ്സ്, പലിശ നിരക്കുകളിലെ നിയന്ത്രണങ്ങൾ, അങ്ങനെയൊക്കെ. പക്ഷേ യൂറോ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഒരു കറൻസിയുടെ സ്വന്തം രാജ്യത്തിനു പുറത്താണ്. അതായത് ഒരു ഉദാഹരണം പറയാമോ? അമേരിക്കൻ ഡോളർ വെച്ച് ലണ്ടനിലോ സിംഗപ്പൂരിലോ ഇടപാട് നടത്തിയാൽ? കൃത്യമായി. അതാണ് യൂറോ ഡോളർ മാർക്കറ്റ്. ആ ഡോളർ നിക്ഷേപം യൂറോ ഡോളർ. അതുപോലെ ജപ്പാന്റെ യെൻ ജപ്പാന് പുറത്ത് കൈകാര്യം ചെയ്താൽ യൂറോ യെൻ, ജർമ്മൻ മാർക്കായിരുന്നെങ്കിൽ യൂറോ മാർക്ക്. ഓക്കെ. അപ്പോ ആ കറൻസിയുടെ ഹോം കൺട്രിയിലെ പല നിയമങ്ങളും, ഈ പറഞ്ഞ റിസർവ് റിക്വയർമെന്റ്സ് പോലെയോ പലിശ നിരക്ക് നിയന്ത്രണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അവിടെ ബാധകമല്ല. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്, ചെലവ് കുറവാണ്. യൂറോ ബാങ്കുകൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് നിക്ഷേപകർക്കൊരു പൊടിക്കു കൂടുതൽ പലിശ കൊടുക്കാനും വായ്പ എടുക്കുന്നവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കാനും കഴിഞ്ഞേക്കാം. ഈ നിയന്ത്രണങ്ങളുടെ അഭാവം, അതാണ് യൂറോ മാർക്കറ്റുകളിലെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം. ശരി. അപ്പോൾ കുറഞ്ഞ ചെലവിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് പണം കണ്ടെത്താനുള്ള ഒരു വഴി. ഈ പലിശ നിരക്കുകളുടെ കാര്യത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ ലിബോർ, LIBOR. അതെന്താണ് കൃത്യമായി? ലിബോർ, ലണ്ടൻ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ്. ലണ്ടനിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ മറ്റു ബാങ്കുകൾക്ക് ഷോർട്ട് ടേം ലോൺ കൊടുക്കുമ്പോൾ ഈടാക്കാൻ സാധ്യതയുള്ളൊരു പലിശ നിരക്കാണിത്. ഇതൊരു ബെഞ്ച് മാർക്ക് പോലെയാണ്. ലോകമെമ്പാടുമുള്ള ഒരുപാട് ലോണുകൾക്ക്, പ്രത്യേകിച്ച് പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകൾക്ക് ഒരു അടിസ്ഥാന നിരക്കായി ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു സ്റ്റാൻഡേർഡ് പോലെയല്ലേ? അതെ. സിംഗപ്പൂരിൽ സിബോർ ഉണ്ട്, ന്യൂയോർക്കിൽ നൈബോർ ഉണ്ട്. അതുപോലെ ലിബോറാണ് ഏറ്റവും പ്രധാനമെന്ന് മാത്രം. ശരി. അപ്പൊ യൂറോ മാർക്കറ്റിൽ നിന്ന് പണം കണ്ടെത്താൻ കമ്പനികളും ഗവൺമെന്റുകളും പ്രധാനമായി ഉപയോഗിക്കുന്ന വഴികൾ ഏതൊക്കെയാണ്? കുറെ അധികം പേരുകൾ കാണുന്നുണ്ട്. യൂറോ നോട്ട്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ബോണ്ടുകൾ. ആവശ്യത്തിനനുസരിച്ച് പലതരം ഉപാധികളുണ്ട്. നമുക്ക് ചില പ്രധാനപ്പെട്ടവ നോക്കാം. വളരെ കുറഞ്ഞ കാലത്തേക്ക്, ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട ആവശ്യങ്ങൾക്ക്, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള വലിയ കമ്പനികൾക്ക് ഈടൊന്നും കൊടുക്കാതെ അൺസെക്യൂർഡ് ആയിട്ട് പണം കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് യൂറോ കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ. കുറഞ്ഞ കാലത്തേക്ക് ഈടില്ലാതെ. അതെ. ഇത് ഡിസ്കൗണ്ടിലാണ് വിൽക്കുക. അതായത് 100 രൂപയുടെ പേപ്പർ 98 രൂപയ്ക്ക് വാങ്ങിയിട്ട് കാലാവധി കഴിയുമ്പോൾ 100 രൂപ തിരികെ കിട്ടും. റൈറ്റ്. പിന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ പലിശ നിരക്ക് ഫിക്സ്ഡ് അല്ല. ലിബോർ പോലെയുള്ള ഒരു ബെഞ്ച് മാർക്ക് റേറ്റിനനുസരിച്ച് ഇടയ്ക്കിടെ, ചിലപ്പോൾ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ അത് പുനർനിർണയിക്കും. മാർക്കറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതെ. കൂടുതൽ കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് ഒരു പ്രത്യേക കറൻസിയിൽ ആ കറൻസിയുടെ രാജ്യത്തിന് പുറത്തുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് യൂറോ ബോണ്ടുകൾ. ഇത് സാധാരണ ദീർഘകാല ബോണ്ടുകളാണ്. ഇതെല്ലാം കടം വാങ്ങുന്ന രീതികളാണല്ലോ, കടപ്പത്രങ്ങൾ. കമ്പനികൾക്ക് സ്വന്തം ഓഹരികൾ കൊടുത്ത് പണം കണ്ടെത്താൻ ഈ യൂറോ മാർക്കറ്റിൽ വഴികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനെയാണ് യൂറോ ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അതായത് GDR അല്ലെങ്കിൽ ADR. GDR, ADR കേട്ടിട്ടുണ്ട്.
അതെന്താന്ന് വെച്ചാൽ ഒരു വിദേശ കമ്പനിയുടെ ഓഹരികൾ നേരിട്ട് വാങ്ങുന്നതിന് പകരം ആ ഓഹരികളെ പ്രതിനിധീകരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. പല രാജ്യങ്ങളിലെ മാർക്കറ്റുകളിൽ ഒരേ സമയം ഇത് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് അഥവാ GDR എന്ന് പറയും. അമേരിക്കൻ മാർക്കറ്റിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ADR. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾ അമേരിക്കയിലുള്ള ഒരാൾക്ക് ADR വഴി വാങ്ങാം. കൃത്യമായി. ഇത് ഇന്ത്യൻ കമ്പനികൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള രേഖകളിൽ പറയുന്ന പോലെ 1992-ൽ റിലയൻസ് ആണ് ആദ്യമായി GDR ഇറക്കുന്നത്. കണ്ടു. പിന്നീട് ഇൻഫോസിസ്, ICICI അങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ ADR GDR വഴി വിദേശ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ വേറെയും വഴികളുണ്ടോ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട്? ഉണ്ട്. യൂറോ കൺവേർട്ടബിൾ ബോണ്ടുകൾ എന്നൊന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബോണ്ടാണ്, കടപ്പത്രം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ചില വ്യവസ്ഥകൾക്കനുസരിച്ച് ഭാവിയിൽ ഈ ബോണ്ടിനെ ആ കമ്പനിയുടെ ഓഹരികളായോ അല്ലെങ്കിൽ GDR ആയോ മാറ്റാൻ നിക്ഷേപകന് അവകാശമുണ്ടാകും. ഓഹോ, അതായത് ബോണ്ടായി തുടങ്ങി പിന്നീട് ഷെയർ ആവാം. അതെ. ഇതിന്റെ പലിശ നിരക്ക് സാധാരണ ബോണ്ടുകളേക്കാൾ കുറവായിരിക്കും. പക്ഷെ കമ്പനിയുടെ ഓഹരി വില ഭാവിയിൽ നല്ലോണം കൂടിയാൽ നിക്ഷേപകന് ആ നേട്ടം ഓഹരിയാക്കി മാറ്റി സ്വന്തമാക്കാം. ഇത് കമ്പനിക്കും നല്ലതാണ്. കാരണം കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടും. നിക്ഷേപകനും ലാഭസാധ്യതയുണ്ട്. ശരിയാണ്. അപ്പോ ഈ യൂറോ മാർക്കറ്റുകൾ, അതിലെ ഈ പറഞ്ഞ യൂറോ നോട്ട്സ്, CP, ബോണ്ടുകൾ, പിന്നെ GDR, ADR, കൺവേർട്ടിബിൾ ബോണ്ടുകൾ, ഇതൊക്കെ കമ്പനികൾക്ക് ഗ്ലോബലായിട്ട് പണം കണ്ടെത്താൻ ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ഇന്ത്യയും ഇതിൽ സജീവമാണെന്ന് പറഞ്ഞു. തീർച്ചയായും. ഇന്ത്യ ഗവൺമെന്റ് ഈ വിദേശ വാണിജ്യ വായ്പകൾ, അതായത് എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്, ECB സംബന്ധിച്ച നിയമങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങൾ കുറേക്കൂടി ലളിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ശരി. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര സാമ്പത്തിക വിപണികൾ, അതിൽ തന്നെ ഈ യൂറോ മാർക്കറ്റുകൾ, രാജ്യങ്ങളുടെ അതിർത്തികൾക്കും ഒരു പരിധിവരെ അവിടുത്തെ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഒരു വലിയ ലോകം തന്നെ തുറന്നു തരുന്നു. അതെ, വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഈ മാർക്കറ്റുകളുടെയൊക്കെ വളർച്ചയുടെ ഒരു കാരണം നിലവിലുള്ള നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം കൂടിയാണ്. അപ്പോൾ ഈ സാമ്പത്തിക ആവശ്യങ്ങളും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു നിരന്തരമായ ഒരു വടംവലിയ പൂളും നടക്കുന്നുണ്ട്. ഇത് ആഗോള സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ടെങ്ങനെ കൊണ്ടുപോകുമെന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങളൊരു അന്താരാഷ്ട്ര കമ്പനി വലിയൊരു തുക ഫണ്ട് സമാഹരിച്ചു എന്ന വാർത്ത വായിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ യൂറോ മാർക്കറ്റിലെ ഏതെങ്കിലും വഴി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതെ, വളരെ ഉപകാരപ്രദമായ ഒരു വിശകലനമായിരുന്നു ഇത്. നന്ദി.